ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യാൻ പോണത് സുരേഷ് ഗോപി സാറിൻ്റെ പോർട്രേറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും മുകളിലത്തെ ഒരു പോർഷൻ തൊട്ട്, അതായത് ഹെയർ തൊട്ട് നമ്മളിങ്ങോട്ട് ആ ഒരു നെറ്റിത്തടവും അതിൻ്റെ ഒരു വീതിയും, അതുപോലെ തന്നെ ഒരു ഐബ്രോയും അതിൻ്റെ ഒരു കറക്റ്റ് ലൈനിങ്ങും, അതിനുശേഷം ആ കണ്ണിൻ്റെ കറക്റ്റ് ലൈനിങ് ചേർത്തതിന് ശേഷം ആ ഒരു കണ്ണ് അതിൻ്റെ പോർഷൻ എങ്ങനെയാണോ നമ്മൾ അതിൽ കാണുന്നോ അതേപോലെ ഒരു കണ്ണിൻ്റെ പോർഷനും, അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാണുന്ന ഒരു ഷെയ്ഡും അതേപോലെ തന്നെ നമ്മൾ അവിടെ ചെറിയ ലൈൻസുകളുണ്ടെങ്കിൽ ആ ലൈൻ ഷെയ്ഡിന് വേണ്ടിയിട്ടാണ് വെറുതെ ആ ഒരു ലൈൻസുകൾ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ നോസിൻ്റെ പോർഷനും നമ്മൾ അതേപോലെ തന്നെ സ്കെച്ച് ചെയ്തതിന് ശേഷം എവിടെയാണോ ഷെയ്ഡ് ആവശ്യം അവിടെ ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ഷെയ്ഡ് കൊടുത്തിരിക്കുകയാണ്. ഇത് ചെയ്യുന്നവർക്കായാലും നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്തെടുക്കത്തക്ക വിധത്തിലാണ്. അതുപോലെ തന്നെ ആ ഒരു നോസ് കഴിഞ്ഞിട്ട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഒരു മീശയും, അതുപോലെ തന്നെയാണ് ആ ഒരു ലിപ്സിൻ്റെ പോർഷനും. ആ ചെറിയ പോർഷൻ എവിടെയൊക്കെ ഡാർക്കാണോ അവിടെ ഡാർക്കും, എവിടെയൊക്കെ ലൈറ്റാണോ അവിടെ ലൈറ്റും, ഡാർക്കും ലൈറ്റും ഇടുമ്പോൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ കണ്ണിൻ്റെ പോർഷനും, അതുപോലെ തന്നെ രണ്ട് കവിൾത്തടത്തിൻ്റെ ഒരു ചെറിയ ലൈൻസ്, ആ ഒരു ലൈൻസിൻ്റെ ക്ലിയറൻസിനും കൊടുത്ത് അതിനുശേഷം താഴോട്ട് ആ ഒരു താടിയുടെ പോർഷനും, അത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറാണ്, അത് വൈറ്റാണ് കൂടുതൽ പോർഷൻ. ആ വൈറ്റ് ഭാഗം അവിടെ വെറുതെ ആ പോർഷൻ അങ്ങ് ഇട്ടിരിക്കുകയാണ് കളറിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ബോഡി കളർ ചെയ്തതിന് ശേഷം ആ ഒരു വൈറ്റ് കളർ നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി. ഇനി കംപ്ലീറ്റ് ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം ആ ഒരു ബോഡി കളറിന് യൂസ് ചെയ്തിരിക്കുന്നത് ആ ബോഡി കളർ തന്നെയാണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബോഡി കളറായിട്ട് കിട്ടും. അതിൽ പിന്നെ വേണമെങ്കിൽ നമുക്കത് ഓറഞ്ചോ അല്ലെങ്കിൽ റെഡ് ഇട്ട് കുറച്ചും കൂടി ഡാർക്ക് ലൈറ്റ് ആക്കി എടുക്കാം. ഇതിപ്പോൾ ഒറ്റ കളറിട്ട് ആ ഒരു ഐബ്രോയ്ക്കും ബ്രൗൺ പ്ലസ് ബോഡി കളറാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ഹെയറിൻ്റെ ആ ഒരു കളർ എന്ന് വെച്ചാൽ ബ്രൗൺ പ്ലസ് ബ്ലാക്ക് ഇട്ട് ആദ്യമേ ഒരു ലൈറ്റ് അതിൻ്റെ ഒരു ഷേപ്പ് ആദ്യമേ വരച്ച് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു മുടിയുടെ ഷേപ്പ് എങ്ങനെയാണോ കിടക്കുന്നതായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ആ ഒരു ഐബ്രോസിൻ്റെ ഒരു കളറിങ്ങും ലാസ്റ്റ് നമ്മളൊരു ബ്ലാക്ക് പ്ലസ് ബ്രൗൺ ചെറിയ നല്ല ഡാർക്ക് രീതിയിൽ കൊടുത്ത് ബ്രൗൺ ഇട്ട് ആ ഒരു ഫ്രണ്ടിലോട്ട് കുറച്ച് ഹെയറിൻ്റെ ഒരു പോർഷനുണ്ട്, അപ്പോൾ അതും കൂടി കുറച്ചും കൂടി ആ ഒരു പെർഫെക്റ്റ് കിട്ടാനായിട്ടാണ്. ഇനി ആ ഒരു കളറിങ് എല്ലാം ചെയ്ത് ആ ചെറിയൊരു ആ ഒരു കുറിയുടെ ഷേപ്പ് നമ്മൾ കൊടുത്ത് ഇതുപോലെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്ത് നീറ്റായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഷർട്ടിൻ്റെ കളറായാലും നമുക്ക് വേണമെന്ന്, ഇപ്പം ഞാനിതിപ്പം എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു താടിക്ക് തന്നെ നമ്മൾ വൈറ്റ് കളർ ഇടാനായിട്ട് ആദ്യമേ ബോഡി കളർ വെച്ച് വാഷ് ചെയ്തതിന് ശേഷം വേണം വൈറ്റ് ഇട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ. ഇതുപോലെ